ഒഡീസിയ ദേശാഭിമാനി അക്ഷരമുറ്റത്തിന്റെ ബ്രാൻഡ് അംബാസഡറായിരിക്കുന്നത് ഇന്ത്യയുടെ അഭിമാനമായ പത്മശ്രീ മോഹൻലാലാണ്. കലയുടെ വൈവിധ്യമാർന്ന രംഗങ്ങളിൽ തന്റെ സർഗാത്മകമായ പ്രതിഭയുടെ തിളക്കം കൊണ്ട് സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച ദീപ്തമായ സാംസ്കാരിക സാന്നിധ്യമാണ് മോഹൻലാൽ. ലോകത്തെവിടെയുള്ള മലയാളിക്കും ഒരു വിധത്തിലും പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത എല്ലാ മലയാള മനസ്സുകളിലും നിത്യസാന്നിധ്യമായ മോഹൻലാൽ കുഞ്ഞുങ്ങളുടെ ഈ മഹാവിജ്ഞാന സംരംഭത്തിന് നേതൃത്വം നൽകുന്നുവെന്നത് മലയാളക്കരയുടെ ആകെ അഭിമാനമാണ്. ഏതു സൽസംരംഭത്തോടും സഹകരിക്കാനുള്ള മോഹൻലാലിന്റെ സന്മനസ് അക്ഷരമുറ്റത്തെ സ്വീകാര്യതയുടെ പുതുമാനങ്ങളിലേക്ക് ഉയർത്തി നിർത്തുന്നതിൽ വഹിക്കുന്ന പങ്ക് അളന്നു കുറിക്കാവുന്നതല്ല. മോഹൻലാൽ വിശ്വനാഥൻ നായർ തന്റെ 18ാമത്തെ വയസ്സിലാണ് തിരനോട്ടം എന്ന സിനിമയിലെ അഭിനയവുമായി ചലച്ചിത്ര രംഗത്തേക്ക് കടക്കുന്നത്. ഗുഡ് ഈവനിംഗ് മിസ്സസ് പ്രഭ നരേന്ദ്രൻ. 80കളുടെ തുടക്കത്തിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെ പ്രതിനായകനായി അഭിനയ രംഗത്തേക്ക് കടന്നുവന്ന മോഹൻലാൽ കഴിഞ്ഞ 3.5 പതിറ്റാണ്ടുകളായി ആ രംഗത്തെ പ്രതിനായകനില്ലാത്ത മഹാപ്രതിഭയായി നിറഞ്ഞു നിൽക്കുന്നു. എനിക്ക് വയസ്സായെന്ന് മനസ്സിലിപ്പോഴും ഞാനൊരു 17കാരൻ. 350ഓളം ചിത്രങ്ങൾ ഹിന്ദിയിലും തമിഴിലും കന്നഡയിലും തെലുങ്കിലും എന്നുവേണ്ട വിവിധങ്ങളായ ഇന്ത്യൻ ഭാഷാ സിനിമകളിലാകെ തന്റെ അനുപമമായ സർഗസാന്നിധ്യം സ്ഥാപിച്ചുകൊണ്ട് മോഹൻലാൽ ഇന്ത്യയുടെ അതുല്യ നടനായി ഉയർന്നു നിൽക്കുന്നു. പടം മുടിയവർക്ക് യാർക്ക് ശമ്പളം വേണ്ട, എപ്പോഴാவது മറുപടി തുടങ്ങിയില്ല. മണിരത്നത്തിന്റെ ഇരുവർ എന്ന തമിഴ് ചിത്രത്തിൽ മുതൽ റാം ഗോപാൽ വർമ്മയുടെ കമ്പനി എന്ന ഹിന്ദി ചിത്രത്തിൽ വരെയായി മോഹൻലാൽ അവതരിപ്പിച്ച ശ്രദ്ധേയങ്ങളായ കഥാപാത്രങ്ങൾ ഇന്ത്യൻ ചലച്ചിത്ര ആസ്വാദകരുടെ മനസ്സുകളിൽ നിന്നും ഒരിക്കലും മായാത്ത ദീപ്ത സാന്നിധ്യമായി തെളിഞ്ഞു നിൽക്കുന്നു. മികച്ച അഭിനയ പ്രതിഭയ്ക്കുള്ള 2 ദേശീയ പുരസ്കാരങ്ങൾ, ഒരു സ്പെഷ്യൽ ജൂറി പുരസ്കാരം, മികച്ച സിനിമയുടെ നിർമ്മാതാവിനുള്ള ദേശീയ പുരസ്കാരം, 6 സംസ്ഥാന അവാർഡുകൾ, 8 ഫിലിംഫെയർ അവാർഡുകൾ എന്നിങ്ങനെ നീളുന്നു അദ്ദേഹത്തെ തേടിച്ചെന്ന മികവിനുള്ള മഹത്തായ അംഗീകാരങ്ങൾ. ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമി ലഫ്റ്റനന്റ് കേണൽ പദവി നൽകി മോഹൻലാലിനെ ആദരിച്ചു. ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ഓണററി ഡീലിറ്റ് നൽകി ആദരിച്ചു. രാജ്യം സമുന്നതമായ പത്മശ്രീ നൽകി മോഹൻലാലിനെ ആദരിച്ചു. CNN IBN 2006 നടത്തിയ സർവേയിൽ ഏറ്റവും പ്രശസ്തനായ മലയാളിയായി മോഹൻലാൽ തെരഞ്ഞെടുക്കപ്പെട്ടു. നടൻ, ഗായകൻ, നിർമ്മാതാവ് തുടങ്ങി വിവിധങ്ങളായ തലങ്ങളിൽ തന്റെ പ്രതിഭ തെളിയിച്ച മോഹൻലാലിന് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം മുഴുവൻ മലയാളികളുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന മന്ദസ്മിത സാന്നിധ്യമായി അദ്ദേഹത്തിന് പതിറ്റാണ്ടുകളായി ഉയർന്നു നിൽക്കാൻ കഴിയുന്നു എന്നതാണ്. മായ്ച്ചാലും മായാത്ത നിത്യഹരിത സാന്നിധ്യമാണത്. ഓരോ മലയാളി മനസ്സിന്റെയും ഭാഗമാണ് മോഹൻലാൽ. ഓരോ വീട്ടിലെയും അംഗമാണ് മോഹൻലാൽ. വൈകാരിക തീവ്രതയുള്ള ഭാവോജ്വലങ്ങളായ ഒട്ടനവധി അഭിനയ മുഹൂർത്തങ്ങളിലൂടെ നേടിയെടുത്ത സാന്നിധ്യമാണത്. ഈ നെട്ടൂരാൻ വിളിച്ചതിൽ കൂടുതൽ മുദ്രാവാക്യങ്ങളൊന്നും സേതു വിളിച്ചിട്ടില്ല. സമാനതകളില്ലാത്ത സർഗാത്മക കലാപ്രവർത്തനത്തിന്റെ സമർപ്പിത കാലം നേടിക്കൊടുത്ത അംഗീകാരമാണത്. വിശ്രമരഹിതമായി കലയ്ക്കു വേണ്ടി സമർപ്പിക്കപ്പെട്ട ജീവിതം, അത് മോഹൻലാലിനെ അംഗീകാരങ്ങളുടെ സമുന്നത ശൃംഗങ്ങളിലേക്ക് ഉയർത്തി. കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ആ ജീവിതം ഉയർത്തിക്കാട്ടുന്നത് കർമ്മോത്സുകത, അർപ്പണ മനോഭാവം തുടങ്ങിയ മൂല്യങ്ങളാണ്. ആ മൂല്യങ്ങൾ കൂടിയാണ് തന്റെ സിദ്ധിവിശേഷങ്ങൾക്കൊപ്പം അക്ഷരമുറ്റത്തിന്റെ സാരഥിയാകുവാൻ അദ്ദേഹത്തെ യോഗ്യനാക്കിയ മുഖ്യ ഘടകങ്ങൾ. ആ നിലയ്ക്കാണ് അക്ഷരമുറ്റം മോഹൻലാലിനെ ഒരു മാതൃകാ ബിംബമായി, റോൾ മോഡലായി കുഞ്ഞുങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇന്ത്യയുടെ ഈ മഹാനടനെ അഭിമാനപൂർവം, അഭിവാദ്യപൂർവം അക്ഷരമുറ്റത്തിന്റെ ഈ മഹാസംഗമവേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.